അനാരോഗ്യം കൊണ്ടല്ല സീറ്റ് നൽകാത്തതെന്നും മുനീറിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച ലീഗ് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കുറ്റപ്പെടുത്തി. എളമരം കരീമിന്റെ ആ പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിന് തടസ്സമായി നിന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ്. അദ്ദേഹത്തിന്റെ വീട് ജാമ്യം നൽകി വായ്പക്ക് ജാമ്യം നൽകേണ്ടി വന്നതും അദ്ദേഹം എടുത്ത നിലപാടിന്റെ ഭാഗമായി ലീഗ് നേതാക്കന്മാരെടുത്ത നിലപാടുകളാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനെടുത്ത തീരുമാനം ധാർമ്മികതയുടെ പേരിലല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനല്ല, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മുനീർ ഉയർത്തുന്ന രാഷ്ട്രീയം ലീഗ് ഉപേക്ഷിച്ച് ലീഗ് പുതിയ രാഷ്ട്രീയ നയത്തിലേക്ക് മാറിയതിൻ്റെ പ്രതിഫലനമാണ്. എളമരം കരീമിന് മറുപടിയുമായി ഡോക്ടർ MK മുനീർ രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലല്ല മുസ്ലിം ലീഗെന്നും എളമരം കരീം പുതിയ കഥകൾ മെനയുകയാണെന്നും MK മുനീർ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ഉള്ള പ്രാപ്തിയും ശേഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ട ഒരവസ്ഥയിലല്ല മുസ്ലിം ലീഗ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ ചർച്ച വഴി തിരിച്ചുവിടണം, അല്ലാത്ത ഒന്നും അനുകൂലമായിട്ടില്ല. വേറൊരു ഘടകവും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടില്ല. അപ്പം ഇതുപോലെയുള്ള പുതിയ പുതിയ കഥകൾ മെനയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായിട്ടുള്ളത്. അജി, ഇപ്പോൾ മുനീർ തന്നെ ഇതിലൊരു പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. അത് ലീഗിന് ആശ്വാസം നൽകുന്നതാണ്. എന്തായാലും ഇത്തരമൊരു പ്രതികരണം CPMന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത നിമിഷങ്ങളിൽ ലീഗിനെ ഒന്ന് പ്രതിസന്ധിയിലാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഒരു കാര്യമുണ്ട്, ഇതിനു മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും CPMന് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ആ കാരണങ്ങൾ ഉണ്ടായത് അത് കൃത്യമായി തന്നെ വ്യക്തമാക്കണമെന്നാണ് ഡോക്ടർ MK മുനീർ പ്രധാനമായും പറയുന്നത്. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഡോക്ടർ MK മുനീർ പറയുന്നു, മറ്റൊരാൾ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ലീഗ്. ലീഗിൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്, നയപരമായ നിലപാടുകളൊക്കെ തന്നെയും ഉണ്ട്. തനിക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ കാരണം എളമരം കരീമിന് എവിടെ നിന്ന് കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്ന് ഡോക്ടർ മുനീർ ആവശ്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല ലീഗ്. തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകം ഒന്നുമില്ലാത്തത് കൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള കഥകൾ മെനിയുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയും കാലമായി ജമാഅത്തിനെതിരായ ആശയപരമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അത് ഇനിയും പ്രകടിപ്പിക്കും എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന ആശയത്തോട് പൂർണ്ണമായും വിയോജിപ്പുണ്ട്. ആ ആശയത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അതിൽ വിയോജിപ്പ് ശക്തമായി തന്നെ ഉണ്ട് എന്നാണ് ഡോക്ടർ MK മുനീർ പ്രധാനമായും പറയുന്നത്. അവർക്കെതിരായ ആരോപണത്തിൽ മറുപടി പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് മുനീർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇന്ന് രാവിലെ എളമരം കരീം പറഞ്ഞത് അങ്ങനെയല്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് കൊണ്ടാണ് ഡോക്ടർ MK മുനീറിന് സീറ്റ് കിട്ടാത്തത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നയപരമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ലീഗ് സീറ്റ് കൊടുക്കാത്തത് എന്ന കാര്യങ്ങളാണ് എളമരം കരീം പറഞ്ഞത്. അതിന് കൃത്യമായ മറുപടി എന്നോണമാണ് ഡോക്ടർ MK മുനീർ ഇക്കാര്യത്തിൽ മറുപടിയുമായി രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് തൻ്റെ ആരോഗ്യപരമായ അവസ്ഥകളൊക്കെ തന്നെയും പാർട്ടി മുന്നിൽ കണ്ടു. മാത്രമല്ല, പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്, ആ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുത്തതാണ് എന്ന് അടക്കമുള്ള നിലപാടുകൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അമൽ ജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അമൽ, ഇന്നലെ കൂടി നമ്മൾ ഡോക്ടർ MK മുനീറിനെ കണ്ടപ്പോൾ അദ്ദേഹം നമ്മളോട് തറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യം, അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയാണെങ്കിൽ താൻ അതിനെ ഒരുപോലെ എതിർക്കുന്നു. മറ്റൊന്ന് പറയുന്നത് യുവാക്കൾ വരട്ടെ, അപ്പൊ യുവാക്കൾ വരുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ്. ഈ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല. ആ സമയത്താണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. അതിന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.